എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 92-ലെ മൂന്നാമത്തെ ചോദ്യം അല്ലേ. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? ഇൻ എ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദി ചിൽഡ്രൻ ആർ ഗേൾസ് അല്ലേ. അതായത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ അതിൽ 50% 50% പെൺകുട്ടികളാണ്. 50% എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി അല്ലേ. അപ്പോൾ എത്ര കുട്ടികൾ? ഇപ്പോൾ 40 കുട്ടികളുണ്ടെങ്കിൽ 20 ആൺകുട്ടികളുണ്ടായിരിക്കും, 20 പെൺകുട്ടികളുണ്ടായിരിക്കും. 30 കുട്ടികളുണ്ടെങ്കിൽ 15 ബോയ്സ് ഉണ്ടായിരിക്കും, 15 ഗേൾസ് ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? when 10 more girls were admitted to this class, this became 60%. ഇനി ഇവിടെ നോക്കിയേ, ഇപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത് ക്ലാസ്സിലല്ലേ. ഇനി അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളും കൂടി വന്നു? 10 പെൺകുട്ടികളും കൂടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്തായി? ഈ പേഴ്സൻറ്റേജ് മാറിയല്ലേ. 50 എന്നുള്ളത് എന്തായി മാറി? പെൺകുട്ടികളുടെ എണ്ണം കൂടിയില്ലേ. അപ്പോൾ അത് ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ 60% പെൺകുട്ടികളായി മാറി. ക്ലിയർ ആയല്ലോ. അപ്പോൾ 10 പെൺകുട്ടികൾ കൂടുതലായി വന്നു, ക്ലാസ്സിൽ ചേർന്നു. അപ്പോൾ ആദ്യം 50% ഉണ്ടായിരുന്നു, ഇപ്പം എന്തായി മാറി? 60 എന്നായി മാറി. പെൺകുട്ടികളുടെ പേഴ്സൻറ്റേജ് 60-ഉം ബോയ്സിൻ്റെ അപ്പം എന്താവും? 40 മാറി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ വേർ ഇൻ ദി ക്ലാസ് അറ്റ് ഫസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാകും? ചോദ്യം മനസ്സിലായല്ലോ. അപ്പോൾ ആ ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ആ മൊത്തം നമ്പറിന് നമുക്ക് എക്സ് എന്ന് കൊടുത്തു. അതായത് നമുക്ക് ഇനീഷ്യൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ. അതായത് ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് നമുക്ക് കൊടുക്കാം? എക്സ് ആണെന്ന് വിചാരിച്ചു നമ്മൾ. ഇത്ര കുട്ടികളുടെ മൊത്തം നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ പെൺകുട്ടികളുടെ എണ്ണം മൊത്തം എണ്ണത്തിന്റെ 50% ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ പെൺകുട്ടികളുടെ എണ്ണം മൊത്തം എത്ര കുട്ടികളുണ്ടോ അതിന്റെ 50% ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ഗേൾസ്, അതായത് പെൺകുട്ടികളുടെ എണ്ണം, ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം? ഇതിന്റെ 50% കാണാന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, 40 കുട്ടികളാണ് മൊത്തം ഉണ്ടായിരുന്നു വിചാരിക്കുക. അതിൽ 30% ഗേൾസ് ആണെന്ന് വിചാരിക്കുക. 30% എത്ര കുട്ടികളുണ്ടായിരിക്കും? പെൺകുട്ടികൾ. അതിന്റെ 30% നമ്മൾ കാണണം അല്ലേ. ഇപ്പൊ എങ്ങനെ കാണാം? 40 ഇൻറ്റു 30% എന്ന് പറഞ്ഞാൽ 30/100 അല്ലെ. ഇതാണ് ശതമാനം എന്ന് പറഞ്ഞാൽ 30/100. 50% എന്ന് പറഞ്ഞാൽ 50/100 അല്ലെ. അപ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര വരും? 4 × 3 12 അല്ലെ. അപ്പോൾ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 30% പെൺകുട്ടികൾ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ക്ലാസ്സിൽ 12 കുട്ടികൾ പെൺകുട്ടികളാണ് അല്ലെ. അപ്പോൾ അതേ രൂപത്തിൽ ഇവിടെ മൊത്തം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എക്സ് ആണ്. നമ്പർ ഓഫ് ഗേൾസ് എത്ര ശതമാനമാണ്? 50% അല്ലെ, 50%. ഇവിടെ നമ്മൾ 30% എന്ന് പറഞ്ഞ പോലെ അല്ലേ, 50%. അതായത് എക്സിന്റെ 50% അല്ലേ, 50% ഓഫ് എക്സ്. ഇവിടെ നമുക്ക് ഇവിടെ 40-ന്റെ 30% അല്ലേ. 40-ന്റെ 30% എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സിന്റെ 50% പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ എക്സിന്റെ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 50%, 50/100 അല്ലെ. ഇവിടെ നമ്മൾ 40-നെ 30/100 കൊണ്ട് ഗുണിച്ച പോലെ ഇവിടെ നമുക്ക് എക്സിനെ 50/100 കൊണ്ട് നമ്മൾ ഗുണിച്ചു. ഇനി നോക്കിയേ, 0 ക്യാൻസൽ ചെയ്യാലോ, ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി 5 10 അല്ലെ. രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര 5 ഉണ്ട്? 5-ൽ 1 5. 10-ൽ എത്ര 5 ഉണ്ട്? 2 5 അല്ലെ. 1/2 എക്സ് ഇൻറ്റു 1/2 അല്ലെ. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 അല്ലേ. 0.5 1/2 എന്ന് പറഞ്ഞാൽ 0.5. 0.5 ഇൻറ്റു എക്സ്, 0.5 എക്സ്. അപ്പൊ ഇതാണ് ആ ക്ലാസ്സിലുള്ള എന്തിൻ്റെ എണ്ണം? പെൺകുട്ടികളുടെ എണ്ണം. ഇനി അടുത്ത കേസ് എന്താണ് പറഞ്ഞത്? ഇനി 10 ഗേൾസും കൂടി വന്നു അല്ലെ, പുതിയതായിട്ട് ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? when 10 more girls admitted. അതായത് ക്ലാസ്സിൽ പുതിയതായിട്ട് 10 കുട്ടികളും കൂടി വന്നപ്പോൾ ആ കാര്യമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് ഇനി എഴുതാം. അപ്പോൾ മലയാളം മീഡിയക്കാർ ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത് എഴുതിയെടുക്കാം കേട്ടോ. അല്ലാതെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എന്താ എഴുതിയത് അതിൻ്റെ മലയാളം അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട്.
അപ്പോൾ വെൻ 10 മോർ ഗേൾസ് അഡ്മിറ്റഡ് അല്ലേ, അതായത് 10 പെൺകുട്ടികൾ കൂടി അഡ്മിറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അപ്പം എന്തായി സംഭവം? അപ്പം നമുക്കറിയാം മൊത്തം എത്ര കുട്ടികളുണ്ടായിരുന്നു? ആദ്യം എക്സ് കുട്ടികളുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൽ 10 കുട്ടികളും കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും? കുട്ടികളുടെ എണ്ണം കൂടിയില്ലേ? ഇപ്പോൾ 40 കുട്ടികളുണ്ടായിരുന്ന ഒരു ക്ലാസ്, അതിൽ 10 പെൺകുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ആവും? സോറി, അപ്പോൾ ടോട്ടൽ എത്ര ആവും? 40ഉം 10ഉം 50 കുട്ടികളായി മൊത്തം അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കിയേ, വെൻ 10 മോർ ഗേൾസ് അഡ്മിറ്റഡ്, 10 കുട്ടികളും കൂടി 10 പെൺകുട്ടികളും കൂടി ക്ലാസ്സിൽ അഡ്മിറ്റ് ആയപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായി? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായി? ആകെ കുട്ടികളുടെ എണ്ണം എത്രയായി? ആദ്യം എക്സ് കുട്ടികളുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ എത്ര വന്നു? 10 കുട്ടികൾ കൂടി കൂടി അല്ലേ. അപ്പം +10 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ എണ്ണം എത്രയായി? അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം അല്ലേ, പെൺകുട്ടികളുടെ എണ്ണം കൂടിയല്ലേ ഇല്ലേ. ആദ്യം നമുക്ക് 0.5x ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ കൂടെ 10 പേരും കൂടി കൂടിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.5ന്റെ കൂടെ 10ഉം കൂടിയും കൂട്ടണം അല്ലേ. ഇത് പെൺകുട്ടികളായിരുന്നു കൂടിയത് അല്ലേ. അപ്പോൾ ഈ എണ്ണത്തിൻ്റെ കൂടെ പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ കൂടെ 10ഉം കൂടി നമ്മൾ കൂട്ടി എഴുതി. അപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ മൊത്തം പെൺകുട്ടികളുടെ എണ്ണം ആ മൊത്തം ക്ലാസ്സിലുള്ള ആ കുട്ടികളുടെ എണ്ണത്തിന്റെ 60% മാറിയെന്ന് പറഞ്ഞല്ലേ. അതായത് ഇങ്ങനെ പുതിയതായിട്ട് 10 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ഇത്രയാണ് പെൺകുട്ടികളുടെ എണ്ണം. ആ എണ്ണം എന്തായി? മൊത്തം ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം, ഇതാണ് കുട്ടികളുടെ എണ്ണം, അതിൻ്റെ 60% മാറി അല്ലേ. നൗ ഗേൾസ് ആർ 60% അല്ലേ. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ 60% മാറി അല്ലേ, 60% മാറി. അതായത് ഇതിൻ്റെ ഇപ്പോൾ മൊത്തമുള്ള കുട്ടികളുടെ 60% ഈ പെൺകുട്ടികളുടെ എണ്ണം. ഇവ മൊത്തം കുട്ടികൾ x+10 ആണ്. x+10ന്റെ 60% അല്ലേ. അപ്പം x+10 മൊത്തം കുട്ടികളുടെ എണ്ണം, അതിൻ്റെ 60%, 60/100, അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ എണ്ണം, സോറി പെൺകുട്ടികളുടെ എണ്ണം. 0.5 + 10. അപ്പോൾ ഈ സ്റ്റെപ്പ് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാം. ഇപ്പോഴുള്ള കുട്ടികളുടെ 60% അല്ലേ, ഇപ്പോൾ അതാണ് മൊത്തം കുട്ടികളുടെ എണ്ണം, അതിൻ്റെ 60% പെൺകുട്ടികളുടെ എണ്ണം അല്ലേ. 0.5 + 10, ഇതാണ് പെൺകുട്ടികളുടെ എണ്ണം. ഇത് മൊത്തം ഈ കുട്ടികളുടെ എണ്ണത്തിൻ്റെ 60%. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, ഇതിൻ്റെ 60% അല്ലേ. അപ്പോൾ x+10 × 60/100. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ നിന്ന് നോക്കിയാൽ ഇത് നമുക്ക് ബ്രാക്കറ്റ് പൊട്ടിക്കണം അല്ലേ. അപ്പോൾ 60 കൊണ്ട് ഇതിനെ രണ്ടിനെ ഗുണിക്കണം. പിന്നെ ഇവിടെ അടിയിൽ 100 ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് അതിനെ എളുപ്പം നമുക്ക് എന്താണ്? ഈ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ. ഇനി നോക്കിയേ, മുകളിൽ 6 ഉണ്ട്, അടിയിൽ 10 ഉണ്ട്. 6 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു പോയിന്റ് നീ കിട്ടാൻ മതി അല്ലേ. അപ്പോൾ നമുക്ക് 0.6 എന്ന് വന്നു. അപ്പോൾ 60/100 എന്ന് പറഞ്ഞാൽ 0.6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? എളുപ്പമായി 100 പോയി കിട്ടി. അപ്പോൾ നമുക്ക് 0.6 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും ഗുണിച്ചാൽ മതി. അപ്പോൾ 0.6 × x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.6x അല്ലേ. ഇനി 0.6 × 10 എന്ന് പറഞ്ഞാൽ എന്താവും? 10 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം പോയിന്റ് നീക്കിയിടുക അല്ലേ. അപ്പോൾ എന്താവും? 6 എന്നായി മാറി. അപ്പോൾ +6. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി = 0.5x. ഇവിടെ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല അല്ലേ. ഇവിടെ 0.5x അല്ലേ വരാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് 0.5x അല്ലേ. 0.5xന്റെ കൂടെ 10 കുട്ടികളും കൂടി ആഡ് ചെയ്യുമ്പോൾ 0.5x എന്ന് വേണം. x+10 വേണം അല്ലേ. ഇവിടെ x ഉണ്ട്, നമ്മൾ x ഇടാൻ വിട്ടുപോയി. അപ്പോൾ 0.5x, ഇതാണ് പെൺകുട്ടികൾ ആദ്യം ഉണ്ടായിരുന്ന എണ്ണം, അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എഴുതണം അല്ലേ. അപ്പോൾ ചെറിയ ഇവിടെ x പോയി. 0.5x + 10 ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഇനി നോക്കിയാൽ 0.6x + 6 അല്ലേ. ഇത് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി = 0.5x + 10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഒരു ഭാഗത്ത് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ഇവിടെ 0.6x ഉണ്ട്, ഇനി ഇവിടെ 0.5x ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം -0.5x അല്ലേ. = എന്ത് വരും? ഇവിടെ 10 ഉണ്ട്, ഈ 6 അങ്ങോട്ട് പോകുമ്പോൾ +6 -6 ആയി. അപ്പോൾ 0.6x - 0.5x അല്ലേ. അപ്പോൾ നോക്കിയാൽ 0.6 നിന്ന് 0.5 കുറച്ച ബാക്കി എത്ര വരും? 0.1 അല്ലേ. 0.1x = 10 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 4. അങ്ങനെ x എന്ത് വരും? 4/0.1. അപ്പോൾ നമുക്ക് 4നെ 0.1 കൊണ്ട് എങ്ങനെ ഹരിക്കുക? നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യുക? ഈ പോയിന്റ് കളയാം അല്ലേ. പോയിന്റ് കളയാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് പോയില്ലേ.
പോയിന്റ് കൂടി നീങ്ങിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 10 കൊണ്ട് ഗുണിക്കണ്ടേ, ഒരു സ്ഥലത്ത് ഗുണിച്ചാൽ അവിടെ മുകളിലും ഗുണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 40 ബൈ ഇവിടെ പോയിന്റ് 1ന്റെ 10 കൊണ്ട് ഗുണിച്ചാൽ 1 എന്നായി അല്ലേ. 40 ബൈ 1 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ക്ലാസ്സിൽ എത്ര കുട്ടികൾ എക്സിന്റെ വാല്യൂ കിട്ടി, ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്? ആദ്യം ഇനീഷ്യൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ, എത്രയാണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു 40. അപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ, നമ്മുടെ ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 40. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. സം ലോട്ടസ് ഫ്ലവേഴ്സ് ഹാവ് ബ്ലൂംഡ് ഇൻ എ പോണ്ട് അല്ലേ. അതായത് ഒരു പോണ്ടിൽ, ഒരു കുളത്തിൽ കുറെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയോ എ ഫ്ലോക്ക് ബേർഡ്സ് സാറ്റ് ഓൺ ദി ഫ്ലവേഴ്സ് ടു റെസ്റ്റ്. കുറച്ച് കിളികൾ എന്ത് വന്നു, അവിടേക്ക് വന്നു അല്ലേ, എന്നിട്ട് അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു. ഫസ്റ്റ് വൺ ബേർഡ് സാറ്റ് ഓൺ ഈച്ച് ഫ്ലവർ ബട്ട് വൺ ബേർഡ് ഡിഡിന്റ് ഹാവ് എ ഫ്ലവർ ടു സിറ്റ് അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് കിളികൾ വന്നു. കിളികൾ എന്ത് ചെയ്തു, ഓരോ കിളിയും ഓരോ ഫ്ലവറുമിൽ ഇരുന്നു. അപ്പോൾ ഓരോ താമരയിലും ഒരു താമരയിൽ ഒരു കിളി, വേറൊരു താമരയിൽ വേറൊരു കിളി, അങ്ങനെ ഓരോ താമരയിലും ഓരോ കിളി വെച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു കിളിക്ക് അവിടെ എന്തായി, സ്പേസ് ഇല്ല അല്ലേ, ഒരു കിളിക്ക് ഇരിക്കാൻ അവിടെ താമര ഇല്ല. നമ്മൾ കസാര കളി കണ്ടിട്ടുണ്ട് അല്ലേ, കസാര കളി ഓണത്തിനൊക്കെ അങ്ങനെ കസാര കളിക്കൂലേ. അപ്പോൾ അതേ രൂപത്തിൽ ഒരു കിളി ഔട്ടായിപ്പോയി. അപ്പോൾ ഒരു താമരയിൽ ഓരോ കിളി വെച്ചിരുന്നപ്പോൾ ഒരു കിളിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ 2 birds sat on each flower and there was 1 flower extra. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്തു, 2 പേര് കൂടി ഒരു താമരയിൽ 2 പേര് ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പൂവിൽ 2 പേര് വെച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു താമര എക്സ്ട്രാ ആയിപ്പോയി അല്ലേ, ഒരു താമര കൂടുതലായി. അപ്പോൾ 2 കിളികൾ വെച്ച് ഓരോ താമരയിൽ ഇരുന്നപ്പോൾ ഒരു താമര ഫ്രീ ആയി, അതും ഇരിക്കാൻ കിളികളില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹൗ മെനി ലോട്ടസ് ആൻഡ് ഹൗ മെനി ബേർഡ്സ്, എത്ര താമര ഉണ്ടായിരുന്നു, എത്ര കിളികൾ ഉണ്ടായിരുന്നു, ഇതാണ് ചോദ്യം. അപ്പോൾ വളരെ രസകരമായൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫ്ലവേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബേർഡ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ. കിളികളുടെ എണ്ണം കിട്ടണം നമുക്ക്, അതുപോലെ തന്നെ ലോട്ടസിന്റെ എണ്ണം അല്ലേ, ലോട്ടസിന്റെ എണ്ണം നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കി ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്, കിളികൾ വന്നിരുന്നു, ഓരോ താമരയിലും ഓരോ കിളികൾ വന്നിരുന്നപ്പോൾ ഒരു കിളിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി അല്ലേ. അതായത് ഒരു കിളി കൂടുതലാണെന്ന് അർത്ഥം. എല്ലാ കിളിക്കും ഇരിക്കാൻ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കിളികളുടെ എണ്ണവും താമരയുടെ എണ്ണവും എന്താവും, ഈക്വൽ ആവും അല്ലേ. ഇവിടെ ഈക്വൽ ആയില്ല, ഒരു കിളി കൂടുതലായി അല്ലേ. അതായത് ഇവിടെ താമരയുടെ എണ്ണമാണ് കുറവ്, കിളികളുടെ എണ്ണം കൂടുതലാണ് അല്ലേ, ഒരു കിളി കൂടുതലല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കൾക്ക്, അതായത് നമ്പർ ഓഫ് ലോട്ടസിന് എന്ത് കൊടുക്കാം, എക്സ് ആണെന്ന് കൊടുക്കാം. അപ്പൊ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എക്സ്, പൂക്കളുടെ എണ്ണം നമ്മൾ എക്സ് ആണെന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബേർഡ്സ്, കിളികളുടെ എണ്ണം എത്രയായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, കിളികൾ വന്നിരുന്നപ്പോൾ എന്തായി, ഒരു കിളിക്ക് ഇരിക്കാൻ സീറ്റില്ല അല്ലേ. അപ്പോൾ ഒരു കിളി പൂക്കളുടെ എണ്ണത്തേക്കാൾ ഒരു കിളി കൂടുതലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇത്രയും പൂക്കളുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു കിളി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 1. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ എണ്ണം എക്സ് ആണെങ്കിൽ ബേർഡ്സിൻ്റെ എണ്ണം എക്സിൻ്റെ കൂടെ 1 കൂട്ടണം. ഫ്ലവേഴ്സ് ഇപ്പോൾ 5 എണ്ണം ഉണ്ടെങ്കിൽ കിളികൾ എത്ര ഉണ്ടായിരിക്കും, 6 കിളികൾ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് 10 പൂക്കൾ ഉണ്ടായിരുന്നു, അപ്പോൾ എത്ര കിളികൾ വന്നു, 11 കിളികൾ വന്നു അല്ലേ. അപ്പോൾ ആ ഒരു കിളിക്ക് ഇരിക്കാൻ സീറ്റില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതിയത്. ഇനി അടുത്ത പറഞ്ഞ കാര്യം നോക്കിയാൽ, 2 കിളികൾ വെച്ചിട്ട് ഒരു പൂമ്മൽ ഇരുന്നപ്പോൾ ഒരു പൂവ് എക്സ്ട്രാ ആയി അല്ലേ, ബാക്കിയായി. അപ്പോൾ ഞാൻ അതൊന്നും എഴുതാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. Two birds sat on each flower. ഇരുന്നപ്പോൾ 1 flower എക്സ്ട്രാ അല്ലേ. അതായത് 2 കിളികൾ വെച്ചിട്ട് ഓരോ പൂമ്പിൽ ഇരുന്നപ്പോൾ ഒരു പൂവ് കൂടുതലായി അല്ലേ. അതാണ് ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ നോക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു താമരപ്പൂ. ഓക്കെ, ഇതൊരു താമരപ്പൂ, ഇത് മറ്റൊരു താമരപ്പൂ, ഇത് മറ്റൊരു താമരപ്പൂ അല്ലേ. ഇപ്പം ഇതുമേൽ
രണ്ട് കിളികൾ വെച്ച് ഇതും ഓരോന്നും ഇരുന്നെന്ന് വിചാരിക്കുക. ഇപ്പം രണ്ട് കിളികൾ, ഒരു കിളി ഇതുമ്മലിരുന്നു, ഒരു കിളി ഇതുമ്മലിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതുമ്മലും ഒരു കിളി ഇരുന്നു, അടുത്ത കിളി ഇരുന്നു. അപ്പം ഓരോ പൂവിന്മേലും ഈ രണ്ട് കിളികൾ വെച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൂവ് എക്സ്ട്രാ ആയി. ഈ പൂമ്പൽ ഇരിക്കാൻ കിളികളില്ല. അല്ലെ, ഇതാണ് പറഞ്ഞ കാര്യം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഈ പൂവില്ല എന്ന് വിചാരിക്കുക, ഈ പൂവില്ല, ഇല്ലായിരുന്നുവെങ്കിൽ ഈ കിളികളുടെ എണ്ണം ശ്രദ്ധിക്കുക, കിളികളുടെ എണ്ണം താമരയുടെ എണ്ണത്തിന്റെ ഇരട്ടിയാകും. അല്ലെ, ഇവിടെ 4 കിളികളുണ്ട്, ഇവിടെ 2 പൂക്കളുണ്ട്. അപ്പൊ 2ന്റെ ഇരട്ടി 4. അല്ലെ, ഇനിയിപ്പോൾ 6 പൂക്കളുണ്ടെന്ന് വിചാരിക്കുമോ? അങ്ങനെയാണെങ്കിൽ 6 പൂക്കളുണ്ടെങ്കിൽ 12 കിളികൾ ഉണ്ടായിരിക്കും. അല്ലെ, ഇനി 5 പൂക്കളുണ്ടെങ്കിൽ 10 കിളികൾ ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ ഒരു താമര അല്ലെങ്കിൽ ഒരു പൂവിൽ 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ കിളികളുടെ എണ്ണം ഈ പൂവിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഈ ഒരു പൂവ് കൂടുതലുണ്ട്, അല്ലെ, ഈ പൂവില്ലാന്ന് വിചാരിക്കുക. അതായത് ഈ പൂവിന്റെ എണ്ണം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ പൂവിന്റെ എണ്ണം എന്ന് പറഞ്ഞത് എന്താണ്? ഈ കിളികളുടെ എണ്ണത്തിന്റെ പകുതി. അല്ലെ, തിരിച്ചു പറഞ്ഞാലോ, കിളികളുടെ എണ്ണം പൂവിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാകും. അതായത് നമ്പർ ഓഫ് ബേർഡ്സ് പൂവിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാകും. എങ്ങനെയാണെങ്കിൽ ഈ കൂടുതലുള്ള പൂവിനെ നാം ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെ, പൂവിന്റെ എണ്ണത്തിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പൂവിന്റെ എണ്ണത്തിലാണ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അപ്പൊ എക്സിൽ നിന്ന് 1 മൈനസ് ചെയ്ത്, അതായത് ഈ പൂവിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ എക്സിൽ നിന്ന് ഈ പൂക്കള എണ്ണത്തിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ കിട്ടുന്ന എണ്ണത്തിന്റെ ഇരട്ടിയാകും ബേഡ്സിന്റെ എണ്ണം. അല്ലെ, അപ്പൊ കിട്ടുന്ന എണ്ണം എത്രയായിരിക്കും? പൂക്കളുടെ എണ്ണം ഇത്ര പൂക്കളുണ്ടായിരിക്കും, അതിന്റെ ഇരട്ടി ഇൻറ്റു 2. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി നമ്പർ ഓഫ് ബേഡ്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 1. നമ്പർ ഓഫ് ബേഡ്സ് നമ്മൾ ആദ്യം എഴുതി x+1 എന്ന് എഴുതി. അല്ലേ, ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്. കിളികളുടെ എണ്ണം x+1 എന്ന് എഴുതി. പിന്നെ നാം പിന്നീട് പറഞ്ഞു കിളികളുടെ എണ്ണം നമ്പർ ഓഫ് ബേഡ്സ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. അങ്ങനെയും നമ്മൾ പറഞ്ഞു. അല്ലേ, അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞത്, കിളികളുടെ എണ്ണം ആദ്യം ചോദിച്ചാൽ പറഞ്ഞു x+1 എന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് വെച്ച് കിളികളുടെ എണ്ണം എത്രയാണ്? 2 ഇൻറ്റു എക്സ് മൈനസ് 1. അല്ലേ, അപ്പോൾ ഇത് 2 ഈക്വൽ ആയിരിക്കണം. അല്ലേ, ഇവിടെ 2 ഭാഗത്തും കിളികളുടെ എണ്ണം തന്നെയാണ് പറഞ്ഞത്. അതായത് ഇക്വേഷന്റെ 2 ലെഫ്റ്റ് സൈഡ് 2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പോൾ 40 ഇപ്പോൾ മാത്സ് ടെസ്റ്റ് പേപ്പർ 40 വിചാരിക്കും, 40 അങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കുട്ടീനോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിനക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് A+ന്റെ മാർക്കിനേക്കാൾ 1 കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞു. അല്ലേ, A+ന്റെ മാർക്കിനേക്കാൾ 1 കൂടുതൽ കിട്ടി. A+ന്റെ മാർക്ക് എത്രയാണ്? 36. അല്ലേ, 36. അതിനേക്കാൾ 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇതാണ് കിട്ടിയെന്ന് ആദ്യം പറഞ്ഞു കുട്ടി. പിന്നീട് ആ കുട്ടി വേറെ ആൾ ചോദിച്ചു ആ കുട്ടീനോട്, അല്ല നിനക്ക് എത്ര മാർക്ക് കിട്ടി മാത്സിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി എന്ത് പറഞ്ഞു? എനിക്ക് ഫുൾ മാർക്കിനേക്കാൾ 3 മാർക്ക് കുറവെന്ന് പറഞ്ഞു. ഫുൾ മാർക്കിനേക്കാൾ 3 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞു ആ കുട്ടി. അപ്പോൾ ഫുൾ മാർക്ക് എത്രയാണ്? 40. അതിൽ നിന്ന് 3 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 - 3. അല്ലേ, അപ്പോൾ ഇവൻ ഈ കുട്ടിയോട് നമ്മൾ മാർക്ക്, അവന് കിട്ടിയ മാർക്ക് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞതെന്ന് A+നേക്കാൾ 1 കൂടുതൽ. പിന്നെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? മാർക്ക് ചോദിച്ചപ്പോൾ വേറെ ആളോട് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഫുൾ മാർക്കിൽ നിന്ന് 3 കുറവെന്ന് പറഞ്ഞു. അല്ലേ, അപ്പോൾ 2 ഈക്വൽ ആയിരിക്കണം. അല്ലേ, അല്ലേ, ഈ കുട്ടിയോട് ചോദിച്ച മാർക്ക് ചോദിച്ചപ്പോൾ ഈ ഇങ്ങനെയും പറഞ്ഞു പിന്നെ ഇങ്ങനെയും പറഞ്ഞു. അങ്ങനെയാണ് ഇത് 2 ഈക്വൽ ആവണ്ടേ. അതായത് 36 + 1 = 40 - 3. അല്ലേ, 36 + 1 പറഞ്ഞാൽ എത്രയാണ്? 37 = 40 3 കുറച്ചാൽ 37. അല്ലേ, അതേപോലെ ഇവിടെ നോക്കിയേ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ x+1 എന്ന് നമ്മൾ ആദ്യം ഉത്തരം കിട്ടി. പിന്നെ നമുക്ക് നമ്പർ ഓഫ് ബേഡ്സ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് കിട്ടി. അങ്ങനെയാണ് ഇത് 2 ഈക്വൽ ആയിരിക്കണം. അല്ലേ, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ 1 and 2. ഈ 2ൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് 2 ഈക്വൽ ആവണം. അല്ലേ, അതായത് x+1 എന്ന് പറഞ്ഞാൽ x+1 = 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അല്ലേ, ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ ആരോട് ചോദിക്കേണ്ട. x+1 = ഗുണിക്കണം 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 1 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ x ആണ് 2x ആണ്. അല്ലേ, 2x അല്ല ഇവിടെ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ x അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഈ 2ന് ഇങ്ങോട്ട് വരിക്കാം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, അത് എഴുതി. ഈ 2ന് ഇങ്ങോട്ട് വരുമ്പോൾ +2 ആയി = 2x അവിടെ ഉണ്ട്. ഈ x നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി -x. അപ്പോൾ എന്ത് കിട്ടി? 2 + 1 3. അല്ലേ, 3 = 2x ന്ന് x പോയി കഴിഞ്ഞാൽ x. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി x = 3. അല്ലേ, x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. നമ്പർ ഓഫ്
ഫ്ലവേഴ്സ് പൂക്കളുടെ എണ്ണം എത്രയാണ് 3. അപ്പോൾ അതിന് ഉത്തരമായി. ഇനി നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് കീടുകളുടെ എണ്ണം സീക്വൽ ടു എന്താണ് നമ്പർ ഓഫ് ബേർഡ്സ് x+1 അല്ലേ x+1 ആണ് സീക്വൽ ടു എക്സ് 3 +1 സീക്വൽ ടു 4. അപ്പോൾ ഇവിടെ 3 പൂക്കളുണ്ടായിരുന്നു 4 കിളികളുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ആദ്യം വന്നിരുന്നപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ 2 പേര് വെച്ച് ഓരോ പൂക്കളും ഇരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ അതായത് 2 ഫ്ലവറും ഇരുന്നു. ബാക്കി എന്തായി, അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ബാക്കിയായി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻസിൽ അറിയിക്കാം. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം.